ഹലോ ഗൈസ്, ഭയങ്കര ചൂട്. അവനാണ് കുളിക്കാൻ വേണ്ടി പോണ ആറാട്ടുകടവ്. അവിടെ ചൂടായതുകൊണ്ട് കുളിക്കാൻ പോണത് ബാക്കി പേര് പറയും. എന്തായാലും അവിടെ ചെന്ന് ഞങ്ങൾ നല്ല തണുത്ത വെള്ളത്തിൽ കുറച്ചേരം കിടക്കും അല്ലേ, കുറച്ചേരം സമാധാനപരമായി. സാധാരണ ഹോസ്റ്റലിലൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല. എന്നെ സാർമാർ ഇങ്ങനെ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു ചിൽ ഔട്ട് ചെയ്യാനായിട്ട് സാർമാരോടെ പോയൊരു ഓർമ്മയൊന്നും എനിക്കില്ല. പക്ഷെ നമ്മളിവിടെ ഒരു ഹോംലി ഫീലിംഗ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് സീറ്റ് വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സാധനം. വീഡിയോ ഒരു മിനിറ്റ് കട്ടാക്കല്ലേ, ഞാനൊരു സാധനം വെക്കട്ടെ. സൺഗ്ലാസ് വെയിലാണ്, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പൊ ഇവന്മാർക്ക് പുറത്തു പോകണം മീൻസ് വെള്ളത്തിൽ കിടക്കണം, ബോഡി ഒന്ന് തണുപ്പിക്കണം. അപ്പൊ ഇവന്മാര് പറഞ്ഞു നമുക്ക് പുഴയിൽ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ എ സി ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, വെള്ളത്തിൽ പോയി കിടക്കാൻ വേണ്ടി പോവാണ്. ആർക്കൊക്കെ നീന്തൽ അറിയാമെന്നുള്ളത് ഇനി അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. എല്ലാവർക്കും പറയുമ്പോ എല്ലാവർക്കും നീന്തൽ അറിയാം. ഇനി അവിടെ ചെന്നിട്ട് നോക്കുമ്പോ എങ്ങനെയാണ് എന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. സുമേഷ് നീന്തൽ അറിയോ? എനിക്കറിയാം. എത്ര വയസ്സിലാ നീന്താൻ പഠിച്ചേ? ഞാനൊരു 14-15 ഇപ്പൊ എത്ര വയസ്സായി? 10 കൊല്ലത്തിന് മേലെയായി പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും നാളായിട്ട് ഇപ്പഴേ പഠിച്ചോളൂ. എന്തായാലും സുമേഷോ? ഞാൻ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാ ഇപ്പൊ വയസ്സനായോ? 11 വർഷം 11 വർഷമായി. ചെറുപ്പത്തിൽ ഞങ്ങള് ശരണ എന്നാ? ഞാൻ ഇപ്പൊ ഒരു 5 കൊല്ലായി. ഏവിലോ? കലേശ് ഞാൻ 10 വയസ്സ് കണ്ട് നീന്താൻ തുടങ്ങി. എവിടെ നീന്താൻ തുടങ്ങിയത്? തോട്ടില്. ഏതോട്? ഞങ്ങളവിടുത്തെ പേര് വന്ന സ്ഥലത്തുണ്ട്. ഞങ്ങളവിടെ കുഞ്ചിപ്പാറ എന്നാണ്, അത് ട്രൈബില്. അവിടെ ഞങ്ങള് മലയോരത്താണ്. അവിടെ ഞങ്ങളിപ്പോ മഴവെള്ളമൊക്കെ വരുമ്പോ ഞങ്ങളവിടെ മഴവെള്ളത്തിൽ ചാടും. അങ്ങനെ ഞങ്ങൾ നീന്തൽ പഠിക്കണം. എന്തായാലും ഈ ചൂടത്തൊരു എന്താ സന്തോഷം. അപ്പൊ എന്തായാലും ഞങ്ങൾ ആറാട്ടുകടവ് മലയാറ്റൂർ കുളിക്കാനായിട്ട് പോവാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കാം. താല്പര്യമുള്ളവർ കാണാൻ, ഇല്ലാത്തൊരു സ്കിപ്പ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ഒരു കുളി വീഡിയോ ആണ്. കുളി വീഡിയോ കാണാൻ താല്പര്യമുള്ളത് നോക്കുക, അല്ലാത്തവര് കാണാതിരിക്കുക. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം കുറെ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ചാനൽ പുതിയ ചാനലായതുകൊണ്ട് ആരും സബ്സ്ക്രൈബേഴ്സ് ഇല്ല നമുക്ക്. അതുകൊണ്ട് ലൈവ് ഒന്നും പോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ആദ്യം ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഭയങ്കര ഒരു സപ്പോർട്ടായിരിക്കും. അത് അടിപൊളി സപ്പോർട്ടായിരിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ. നേരെ ബെല്ലൈക്കണി സബ്സ്ക്രൈബ് ബട്ടണിൽ തൊടുക, ബെല്ലൈക്കണി. അതുപോലെ ലൈക്ക് ഒന്ന് അടിക്കുക ചുമ്മാ നൈസായിട്ട്. ഓക്കെ, ബൈ.